ക്രൂഡ് ഓയിൽ ലോകത്തെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും എല്ലാ രാജ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ പവർ ആ രാജ്യത്തിലെ ഓയിൽ റിസർവിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലാണ്. വേൾഡ് എക്കണോമിയിൽ ഓയിലിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. കാരണം എല്ലാ രാജ്യങ്ങളിലെയും എനർജിയുടെ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്നത് ക്രൂഡ് ഓയിലാണ്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ് വരുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിനും ഈ ഫ്യൂവൽ ആവശ്യമാണ്. കൂടാതെ ഇതൊരു ഇൻഫ്ലേഷന്റെ ഇൻഡിക്കേറ്റർ കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കണോമിയുടെ ഹെൽത്ത് സിഗ്നലാണ്. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലായി ഓയിലിന് പ്രൈസ് കൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തേതാണ് 1973 നടന്ന ഓയിൽ ക്രൈസിസ്. അറബ് കൺട്രീസ് മുഴുവൻ ഓയിൽ എക്സ്പോർട്ട് നിർത്തുകയും ഇത് പ്രൈസ് 4 ഇരട്ടിയായി കൂടാനും കാരണമായി. അടുത്തതാണ് 2008. ഓയിൽ പ്രൈസ് ഈ കാലയളവിൽ ഏകദേശം $147 പെർ ബാരൽ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ പ്രൈസിലാണ് ട്രേഡ് ചെയ്തത്. അടുത്തതാണ് 2020 കോവിഡ് ക്രാഷ്. ഈ കാലയളവിൽ പ്രൈസ് കൂടുന്നതിന് പകരം പ്രൈസ് കുറയുകയാണ് ചെയ്തത്. കാരണം ഡിമാൻഡ് 0 ആവുകയും പ്രൈസ് നെഗറ്റീവ് വരെ പോവുകയും ചെയ്തു. അടുത്തതാണ് 2022 എനർജി ക്രൈസിസ്. ഈ സമയങ്ങളിൽ യുദ്ധവും അതിനോടനുബന്ധിച്ചുള്ള സപ്ലൈയിലെ ഇഷ്യൂസും കാരണം ഓയിൽ പ്രൈസ് വീണ്ടും കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.